ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദഹി ഭിണ്ടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ദഹി ഭിണ്ടി എന്ന് പറയുന്നത് എന്തോ തൈര് വെണ്ടയ്ക്കയും കൂടെ ഒരു കറിയായിട്ടാണ്. നിങ്ങൾ വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂർ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ചപ്പാത്തി അല്ലെങ്കിൽ നോർമൽ റൈസിൻ്റെ കൂടെ ആണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുക. അപ്പോൾ മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിനൊക്കെ ആണെങ്കിൽ കൊടുത്തുവിടാൻ പറ്റുക. ഹസ്ബൻഡൊക്കെ ഓഫീസിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ടിഫിനും കൊടുത്തുവിടാൻ പറ്റുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം വെണ്ടയ്ക്ക എടുക്കും. ഞാനൊരു 250 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. കഴുകി ഒരു നല്ലൊരു ക്ലീനായിട്ട് തുണിയും തുടച്ച് വൃത്തിയാക്കി വെച്ചേക്കാണേ. അപ്പോൾ ഇതുപോലെ നമുക്ക് 4 പീസാക്കി ഇതുപോലെ ആക്കി അതിന് തലയും വാലും കളഞ്ഞതിന് ശേഷം വേണം ഇതുപോലെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള പൊടിയായി അരിഞ്ഞതും പിന്നെ ഒരു 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്. മക്കൾ അധികം എരിവ് കഴിക്കുന്നില്ലെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്തിട്ട് ഒരു വലിയവർക്ക് വേണ്ടിയായിട്ടുള്ള, അപ്പോൾ ഞാനാണ് ഇവിടെ എല്ലാവരും എരിവൊക്കെ അധികം കഴിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. ഏറ്റവും അധികം കടായിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് അധികം എണ്ണയിൽ വറുത്ത് കോരി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ ഇങ്ങനെ കുറച്ച് എണ്ണയിൽ ക്വാണ്ടിറ്റിയിൽ വറുത്ത് കോരി എടുത്താൽ മതി. അപ്പം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ അധികം ഓയിൽ നമ്മുടെ അകത്ത് നമുക്ക് അത്രയും യൂസ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എണ്ണ കൊണ്ട് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ പെട്ടെന്നായി കിട്ടും കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ നമുക്ക് കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ടേക്കുന്നത് അത് എരിവൊന്നുമില്ല, കളറിന് വേണ്ടി മാത്രമായിട്ട് ഇട്ടേക്കുന്നത്. പച്ചമുളക് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ടയെല്ലാം ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം. ആ നേരം നമ്മൾ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ട് ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഈ കടായിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ടായിരിക്കും, അത്രേൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അഥവാ നിങ്ങൾക്ക് ഇത്രയും പോലെ എണ്ണ കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ ഞാനിത് ഇത്ര എണ്ണ ഉണ്ടല്ലോ, അപ്പോൾ ഇനി എക്സ്ട്രാ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇനി ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സോത്തെ ചെയ്ത് കൊടുക്കാം. ഒരു 5-6 വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സവാളയും പച്ചമുളകും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് അതും കൂടെ അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് സോത്തെ ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 1 ടീസ്പൂൺ നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കണേ. അപ്പോൾ പെട്ടെന്ന് സവാളയൊക്കെ ഒന്ന് വെന്ത് വഴണ്ട് കിട്ടും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റെസിപ്പീസും വീഡിയോസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുമോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടും ചെയ്യാം. മറന്നുപോലെ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കാണണം, പക്ഷേ ആരും ലൈക്ക് ചെയ്യാല്ല. പ്ലീസ് അങ്ങനെ ചെയ്യില്ലേ, ഒരു ലൈക്ക് തീർച്ചയായിട്ടും തരണേ. പിന്നെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ അതേ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് നന്നായിട്ട് പാകത്തിനായി വരുന്നുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കാണെങ്കിൽ നമ്മൾ തൈരൊക്കെ ആണെങ്കിൽ റെഡിയാക്കി വെച്ചേക്കുന്നില്ലേ, അപ്പോൾ അതും കൂടെ നമുക്ക് അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയും മതി കേട്ടോ, ഇത്രയും സവാള വഴണ്ടാൽ മതി. നമുക്ക് തൈരൊക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കാം, അതും അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിനകത്ത് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിക്കണേ. ഒഴിച്ചിട്ട് നമുക്ക് വേണം അത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് കൈ വിടാതെ നമുക്ക് പെട്ടെന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ലോ ഫ്ലെയിം വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. ഒരു തള വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിട്ട് വെച്ചേക്കുവാണെങ്കിൽ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ എന്നാൽ പെട്ടെന്ന് തൈര് പിരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഉണ്ടാവും ഒരു തള വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി പിരിയത്തില്ല കേട്ടോ. ഇത് ഇനി നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ആകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ആണെങ്കിൽ അടച്ച് നമുക്കൊന്ന് ഒരു തള വരുന്നവരെ, അല്ലെങ്കിൽ പിന്നെ എണ്ണയൊക്കെ അതിന് തെളിഞ്ഞ് മസാലയൊക്കെ ഒന്ന് വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വീണ്ടും പറയുന്നത്. അതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. പിന്നെ നമ്മളാണെങ്കിൽ ഗരം മസാലയുടെ വീഡിയോ ഞാനാണെങ്കിൽ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം, ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണേ. അപ്പോൾ അതേ നമ്മൾ വെണ്ടയ്ക്കൊക്കെ വഴറ്റി വെച്ചേക്കുന്നില്ല, അപ്പോൾ അതും കൂടെ അതിട്ട് കൊടുക്കും. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് 80% നമുക്ക് വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഒരു 20% കൂടി വേവാൻ ബാക്കിയാണ്. അപ്പോൾ ഒന്നും തള വരുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് അല്ലെങ്കിൽ ഒന്ന് കുറുകി വരണം കേട്ടോ. അത്രയും പാകം നമുക്ക് ആവണം. അപ്പോൾ ഇതൊന്ന് അടച്ച് നന്നായിട്ട് തള നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമുക്കാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മധുരിക്കത്തില്ല കേട്ടോ. ഈ പുളിയും എരിവും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോഴേ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇനി നമുക്ക് അടച്ച് കുറച്ച് നേരത്തേക്ക് ഒരു തളയും കൂടെ വരുന്നവർ നന്നായിട്ടൊന്ന് അല്ലെങ്കിൽ ഒന്ന് കുറുകി വരുന്നവർ നമുക്കത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഈ കുറച്ച് നേരം കൂടെ ഒരു 2-3 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി തണുത്തേക്ക് ഇതൊന്ന് സെറ്റായി വരും കേട്ടോ. ഇനി നമുക്ക് മല്ലിയിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്നില്ലേ, അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ വെതറി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ദഹി ഭിണ്ടി റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. എത്ര സിമ്പിളല്ലേ, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുന്ന കൊണ്ട് പറയുന്ന കൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.